വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീനാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം ഇപ്പം എൻ്റെ ഫേസിൽ കുറച്ച് മേക്കപ്പ് ഒക്കെ ഉണ്ട്, ഞാനത് റിമൂവ് ചെയ്യാൻ പോവുകയാണ് ആദ്യം തന്നെ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് പ്രോഡക്റ്റ് വെച്ചിട്ടുള്ള ഞാൻ ചെയ്യുന്നൊരു സ്കിൻ കെയർ റുട്ടീനാണിത്. എനിക്കിപ്പോൾ പ്രോപ്പറായിട്ട് പണ്ടത്തെ പോലെ ഇങ്ങനെ ഡെയിലി സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഞാനിപ്പോൾ വല്ലപ്പോഴൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ എന്തായാലും വിചാരിച്ചു ഫേസ് പാക്കൊക്കെ ഇട്ട് കുറേ രീതിക്ക് തന്നെ ഒരു സ്കിൻ കെയർ ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്ക് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, എങ്ങനെയാണ് എന്തൊക്കെ പ്രോഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ. അപ്പം അത് ചിലപ്പോൾ ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് വരും, അതല്ലെങ്കിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു മേക്കപ്പ് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. റിമൂവ് ചെയ്തിട്ടാണ് നമുക്ക് ബാക്കി ഓരോ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു ലിപ് ബാമാണ്, ഈ ഒരു മേക്കപ്പ് റിമൂവർ വെച്ചിട്ടാണ് ഞാൻ റിമൂവ് ചെയ്യുന്നത്. ഇത് പ്ലമ്മിൻ്റെ ഇലുമിനൻസ് സിംപ്ലി സപ്പിൾ ക്ലെൻസിങ് ബാമാണ്. ഇതെനിക്ക് സ്മിറ്റന്ന് ട്രയൽ പാക്ക് ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. അടിപൊളി പ്രോഡക്റ്റാണ് ഇത്. ഇതുവരെ തീർന്നിട്ടില്ല. ഇതുപോലെ തന്നെ ഒരെണ്ണോടെ ഉണ്ട്, അത് തീർന്നിട്ട് വലുത് വേണമെങ്കിൽ വാങ്ങിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. നല്ല ബട്ടറി സോഫ്റ്റാണ്, നല്ല മെൽറ്റാവും, മേക്കപ്പ് ഒക്കെ മെൽറ്റായിട്ട് റിമൂവ് ആവും. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ വലുത് നമുക്ക് പ്ലമ്മിൻ്റെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇത് ട്രയൽ പാക്ക് ആയതുകൊണ്ടാണ് ഇത്ര കുഞ്ഞത്. അപ്പോൾ ഞാൻ കുറച്ച് പ്രോഡക്റ്റ് എടുത്തു. മേക്കപ്പ് റിമൂവ് ചെയ്യാൻ തോന്നില്ല, ഇനി ചെയ്തല്ലേ പറ്റുള്ളൂ. കഷ്ടപ്പെട്ട് മേക്കപ്പ് ചെയ്തതല്ലേ, റിമൂവ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു വിഷമമാണ്. അപ്പോൾ ഇതാ കണ്ടോ, നല്ല രീതിക്ക് മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു ബാം അല്ലെങ്കിൽ മേക്കപ്പ് റിമൂവിങ് ബാം അല്ലെങ്കിൽ ക്ലെൻസിങ് മിൽക്കോ അതല്ലെങ്കിൽ മിസെല്ലാർ വാട്ടറൊക്കെ യൂസ് ചെയ്തിട്ട് മേക്കപ്പ് ചെയ്യാം. എൻ്റെ കയ്യിൽ മിസെല്ലാർ വാട്ടറൊക്കെ ഉണ്ട്, പിന്നെ എനിക്കിതാണ് സുഖം, ഇത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ കുറച്ച് സമയം നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ എന്തോ ഒരു കാര്യം ഞാൻ പറയാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, മറന്നു പോയാച്ചു. പിന്നെ മിസെല്ലാർ വാട്ടറൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലോ ഒലീവ് ഓയിലോ ഒക്കെ വെച്ചിട്ട് മസാജ് ചെയ്യാം. പക്ഷേ ഓയിലി സ്കിന്നാണ്, ബ്രേക്കട്സ് പ്രശ്നമാണെന്നൊക്കെ ഉണ്ടെങ്കിൽ അത് അത്ര നല്ലതല്ല. അതുമല്ല, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ലിപ് ബാം, നമ്മൾ യൂസ് ചെയ്യാത്ത ലിപ് ബാമൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വെച്ച് ഇങ്ങനെ സ്റ്റെബേൺ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കൊക്കെ റിമൂവ് ചെയ്യാൻ സുഖമാണ് കേട്ടോ. ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് ലിപ്സ്റ്റിക്കൊക്കെ റിമൂവ് ചെയ്യാം. നമ്മളധികം വാങ്ങിച്ച് ഇഷ്ടപ്പെടാത്ത ലിപ് ബാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ അതാ മസ്കാര ഐലൈനർ, നല്ല വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഐലൈനറാണ് കേട്ടോ. ഇത് നമുക്കിങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ മസാജ് ചെയ്തെടുക്കാം. വാ, ബ്യൂട്ടിഫുൾ. ഈ ഒരു ഇത് ഞാൻ മാബിലിൻ്റെ സൂപ്പർ സ്റ്റേ ലിപ്സ്റ്റിക്കാണ് ഉള്ളത്. അതൊക്കെ ഇതാ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു ബാം വെച്ചിട്ട്. അപ്പം നമ്മൾക്ക് പോയിട്ട് ഫേസ് വാഷ് ചെയ്ത് വരാം. ആദ്യം വെള്ളം കൊണ്ട് വാഷ് ചെയ്യും, അത് കഴിഞ്ഞിട്ടൊരു ഫേസ് വാഷ് വെച്ചിട്ടാണ് വാഷ് ചെയ്യാൻ. ഞാനിപ്പോൾ ഹിമാലയൻ്റെ നോർമൽ ഒരു ഫേസ് വാഷ് വെച്ചിട്ടാണ് വാഷ് ചെയ്യുന്നത്. സോ അത് ഞാൻ കാണിക്കാൻ പോകുന്നില്ല, അത് ബാത്റൂമിലാണുള്ളത്, അവിടെ ക്യാമറ കൊണ്ടുപോകാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അപ്പം ഞാൻ വാഷ് ചെയ്ത് വരാം. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനിടാൻ പോകുന്നത് ഫേസ് പാക്കാണ്. ഫേസ് പാക്ക് ഇടുന്നത് കൊണ്ട് തന്നെ ഞാൻ സ്ക്രബ് ഇന്ന് ചെയ്യുന്നില്ല കേട്ടോ. ചായ സ്ക്രബ് ചെയ്തിട്ട് പക്ഷേ ഇന്ന് ചെയ്യുന്നില്ല. നമുക്ക് ഫേസ് പാക്ക് ഇടാം. ഞാൻ റോസിപ്പിൻ്റെ ഗുഡ് വൈബ്സിൻ്റെ ഫേസ് പാക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ഫേസ് പാക്ക്. ഇതൊരു ഗ്ലോയിങ്, ഹൈഡ്രേറ്റിംഗ് ആൻഡ് ഗ്ലോ തരുന്ന ഫേസ് മാസ്ക് ആണ്. ഞാൻ ഇതിന് മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. ഞാൻ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് യൂസ് ചെയ്യുന്നൊരു മാസ്ക് ആണ് കേട്ടോ ഇത്. കുറച്ച് ടയേർഡായി ഡള്ളാണ് സ്കിന്ന് തോന്നുന്ന സമയത്ത് ഈ ഒരു മാസ്ക് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്, എനിക്ക് നല്ലൊരു ഫീലാണ്, ഗുഡ് ഫീലാണ്. അപ്പം ഇങ്ങനെയാണ് ഇത് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഇത്
കുറച്ച് പുതിയതാണ്. ഞാൻ ഹോൾ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് പ്രോഡക്റ്റ് എടുത്തു നമുക്കിങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്തെടുക്കാം. ചില സമയത്ത് ഞാൻ കൈ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ഇത് ഫുൾ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ ഞാൻ ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തു. ഇനി ഇത് ഡ്രൈ ആവാനൊരു 15 to 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവാന്നുണ്ടെങ്കിൽ ഒന്ന് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ടാനൊക്കെ റിമൂവ് ചെയ്യാനും, ഇപ്പം എൻ്റെ ഫേസ് നല്ല ഡള്ളാണ്, ടാനും എന്തൊക്കെ ഒരു മാതിരിയാണ് കേട്ടോ സ്കിന്ന്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടാൻ റിമൂവ് ചെയ്യും, നല്ലൊരു റേഡിയൻ്റ് ലുക്കാണ്, നല്ല ഗ്ലോയിങ് ആണ് കേട്ടോ. രാത്രി ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ഞാൻ കൂടുതലും രാത്രിയാണ്, ഇപ്പോൾ രാത്രിയാണ് കേട്ടോ ചെയ്യുന്നത്. കൂടുതലും ഞാൻ രാത്രി തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്ക് നല്ലൊരു റേഡിയൻ്റ് ഗ്ലോയിങ് ആയിട്ടുള്ള ലുക്കാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു സിറം ഉണ്ട്, ഗുഡ് വൈബ്സിൻ്റെ റോസിപ്പ് സിറം. അതും കൂടെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. അതിപ്പോൾ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാനിപ്പോൾ വേറെ ഏതെങ്കിലും സിറോ ഷീറ്റ് മാസ്ക് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും യൂസ് ചെയ്യാം. സോ നമുക്കിനി ഇത് ഡ്രൈ ആയിട്ട് കാണാം. അതുവരെ ഞാൻ വല്ല പരിപാടികൾ കണ്ടിരിക്കട്ടെ. ഇത് ഡ്രൈ ആയിട്ടുണ്ട്, നന്നായിട്ട് ഡ്രൈ ആയി. കുറച്ച് സമയം അധികമായിപ്പോയി, 20 മിനിറ്റ്സിലും കൂടുതലായിട്ടുണ്ട്. സോ ഞാനാണെങ്കിൽ ലൈറ്റ് ആയിട്ടല്ലേ അപ്ലൈ ചെയ്തിട്ടുള്ളത്, തിക്നെസ് കുറവല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് വാഷ് ചെയ്യട്ടെ, എന്നിട്ട് വരാം. ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടോ. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ഷീറ്റ് മാസ്ക് ആണ്. അതല്ലെങ്കിൽ നേരെ ഒരു സീറം പിന്നെ ഒരു മോയ്സ്ചറൈസർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ ഷീറ്റ് മാസ്ക് ഉണ്ട്, ഞാൻ മുമ്പ് എന്നോ വാങ്ങി വെച്ചത്. ഇവിടെ ക്ലീൻ ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയതാണ്, 2-3 എണ്ണം ഉണ്ട്. അപ്പോൾ എന്തായാലും അത് ഡേറ്റ് കഴിയുന്നതിന് മുമ്പായിട്ട് എനിക്ക് യൂസ് ചെയ്ത് തീർക്കണം. അപ്പോൾ ഇന്ന് ഞാനത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. വന്നിട്ട് ടോണി മോളി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ അയാം റൈസ് മാസ്ക് ഷീറ്റാണ്. ഈ ഒരു ഇതാണ്. ഇതിൻ്റെ കുറേ വേരിയൻ്റ് ഉണ്ട്. അപ്പോൾ ടോണി മോളി അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ്. ഇനി ഷീറ്റ് മാസ്കിനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യം പറഞ്ഞുതരാം. ഷീറ്റ് മാസ്ക് പറഞ്ഞാൽ വെറും പൈസ വേസ്റ്റ് ആകുന്നൊരു സംഭവമാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഫ്രഷ് ഫീൽ ഉണ്ടാവും. ലൈക്ക് നമ്മൾ നല്ല ഡള്ളായ സമയമാണ്, അപ്പോഴൊക്കെ നമുക്ക് ഇതൊന്ന് യൂസ് ചെയ്താൽ നമുക്ക് ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ ഇതിന് ഒരെണ്ണത്തിന് 100 രൂപ കൊടുക്കണം, അതല്ലെങ്കിൽ ഇതിന് 100 രൂപ, അതല്ലെങ്കിൽ 150 രൂപ, 200 രൂപ, അത്രയും പ്രൈസ് റേഞ്ചിലാണ് ഒരൊറ്റ ഷീറ്റ് മാസ്കിന്. പിന്നെ അതിലും കുറവ് 80-90 രൂപക്കൊക്കെ ഷീറ്റ് മാസ്ക് കിട്ടും. നിങ്ങൾക്കിപ്പോൾ സുഡിയോൻ്റെതാണെങ്കിൽ 49 റുപ്പീസിന് കിട്ടും. അപ്പോൾ ഷീറ്റ് മാസ്കിന് എന്തായാലും അത്രയും പ്രൈസ് ഉണ്ട്. പക്ഷേ മറ്റു പ്രോഡക്റ്റ് പോലെയല്ല ഷീറ്റ് മാസ്ക്, ഒരൊറ്റ തവണ യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇന്നിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 15 മിനിറ്റിൽ നമ്മളിത് കളയും. ഒന്നാമത് വേസ്റ്റും കൂടും. പിന്നെ ഈ ഒരു സംഭവം വേസ്റ്റാണ്. ഇതൊരു എന്താ പറയുക, വെറ്റ് ടിഷ്യൂ പോലുള്ളൊരു സംഭവമാണ് ഉള്ളിലുണ്ടാകുക, നമ്മുടെ ഫേസിൻ്റെ ഷേപ്പിലുള്ളത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൽ കുറേ സിറം ഉണ്ടാവും, അതിലിങ്ങനെ സോക്ക് ചെയ്തിട്ടായിരിക്കും ആ ഒരു ഷീറ്റ് ഉണ്ടാവുക. അതാണ് ഷീറ്റ് മാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഒരൊറ്റ ടൈമിന് വേണ്ടിയിട്ടുള്ളതാണ്. അത്രയും പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ ഒരൊറ്റ ടൈമിലേക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റൂല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യാൻ. എനിക്ക് ആ ഒരു ഫ്രഷ് ഫീൽ ഉണ്ടാവും. പിന്നെ ഞാൻ വിചാരിക്കും എന്തിനാ ഇത്ര ഇങ്ങനെയൊക്കെ. ഞാൻ വല്ലപ്പോഴൊക്കെ ആണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നൊരു ട്രിക്ക് ഉണ്ട്. ഒരു ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ബോട്ടിൽ സിറത്തിൻ്റെ അത്രയും സിറംസ് ഉണ്ടാവും ഇതിൽ. അതിപ്പോൾ ഏതാണെങ്കിൽ ഇതിപ്പോൾ റൈസിൻ്റെതല്ലേ, അപ്പോൾ നമ്മൾ ഏതാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ഉണ്ടാവും. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ സിറത്തിൻ്റെ ബോട്ടിലൊന്നും കളയാറില്ല, അതൊക്കെ കഴുകി നല്ല ഉണക്കി വെക്കാറുണ്ട്. എന്നിട്ട് ഞാൻ ഒരു ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് ഞാൻ എടുക്കാൻ ചെയ്യാം. അപ്പോൾ ഇത് കണ്ടില്ലേ, കംപ്ലീറ്റ് സിറം സോക്ക്ഡ് ആണ്. അപ്പം ഞാൻ ഇത്രയൊന്നും നമുക്ക് ഫേസിന് എന്തായാലും ആവശ്യമില്ല എന്ന് തോന്നിയിട്ട് ഞാൻ ഇതിങ്ങനെ സ്ക്യൂസ് ചെയ്യുന്ന സമയത്ത് കണ്ടോ ഇതിങ്ങനെ പോകുന്നത് കണ്ടോ, ഇതിലുള്ള സിറംസ്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സിറാണ്. ഇത്രയൊക്കെ സ്ക്യൂസ് ചെയ്യും. ഇതിലിനിയും കുറേ കിട്ടാനുണ്ട് കേട്ടോ. നമ്മളെങ്ങനെയൊക്കെ സ്ക്യൂസ് ചെയ്താലും ഇതിൽ വീണ്ടും കുറേ പ്രോഡക്റ്റ് ഉണ്ടാവും ഈ ഷീറ്റിൽ. നമ്മുടെ ഫേസിൽ ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ ഫേസിലിടുക. എന്നിട്ട് ബാക്കി നമ്മളൊരു സീറം പോലെ അങ്ങ് യൂസ് ചെയ്യും. ഒരു ബോട്ടിലാക്കിയിട്ട് നമ്മൾ ഡെയിലി സീറം പോലെ കണ്ടോ, ഞാൻ അത്രയും യൂസ് ചെയ്തിട്ട് ഇതിൽ ഇനിയും ഇങ്ങനെ ഒലിക്കുന്ന രീതിക്കുണ്ട്.
അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. വെച്ച് കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ സീറംസൊക്കെ വേറെ ഉള്ളതുകൊണ്ട് ഇതിങ്ങനെ വെച്ചാൽ ഇതിങ്ങനെ വെച്ചേക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. മാത്രമല്ല അത് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്ത് ലൈക്ക് ഒരാഴ്ച കൊണ്ടൊക്കെ യൂസ് ചെയ്ത് തീർക്കണം. അതുകൊണ്ട് ഇപ്പം ഞാൻ അങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്നില്ല, എന്തായാലും ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇങ്ങനെ ഇതിലുള്ളത് എടുക്കാതിരുന്നത്, സ്ക്വീസ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം റിമൂവ് ചെയ്യുക. നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അത്രയാണ് വേണ്ടത്. അപ്പോൾ ഇപ്പം ഞാൻ എന്തായാലും ഇത് അപ്ലൈ ചെയ്യട്ടെ. എൻ്റെ ബോട്ടിൽ സീറം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 200 എബോവ് ആവില്ലേ പ്രൈസ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കിങ്ങനെ ഷീറ്റ് മാസ്ക്, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഷീറ്റ് മാസ്ക് വാങ്ങിച്ചിട്ട് സീറമായിട്ട് യൂസ് ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് സീറത്തിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ വേർത്താണത്. അതല്ലാതെ ഷീറ്റ് മാസ്കിന് വേണ്ടിയിട്ട് വാങ്ങിക്കുമ്പോൾ നഷ്ടവുമാണ്. ഒരൊറ്റ ടൈം യൂസിനാണെങ്കിൽ അത് നഷ്ടവുമാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഞാൻ ഇതിലുള്ളതും കൂടെ, അല്ലെങ്കിൽ ഇപ്പം വേണ്ട, ഇത് ഞാൻ ലാസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്ലൈ ചെയ്യുക ഫേസിൽ. അപ്പോൾ ഇപ്പം നമുക്കിതിങ്ങനെ വെച്ചിട്ടൊരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. ഷീറ്റ് മാസ്ക് ഞാൻ വേറൊരെണ്ണം കാണിച്ചു തരാം എൻ്റെ കയ്യിലുള്ളത്. ഇത് കണ്ടോ, ഇത് ലോറിയൽ പാരീസിൻ്റെ റിവൈറ്റലിഫ്റ്റ് ക്രിസ്റ്റൽ ഷീറ്റ് മാസ്ക് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ ബോട്ടിൽ നിന്ന് 200 സംതിങ്, ലൈക്ക് ഒരു 300ൻ്റെ അടുത്താണ് പ്രൈസ്. ഇപ്പോൾ കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഷീറ്റ് മാസ്കിൻ്റെ പ്രൈസ് വരുന്നത് 150 ആണ്. ഇത് ഇവർ തന്നെ പറയുന്നുണ്ട് ദ പവർ ഓഫ് 1 എസെൻസ് ബോട്ടിൽ ഇൻ 1 മാസ്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം ട്രൈ ചെയ്യണമെന്നുള്ളത്. ഒരു സമയത്ത് നല്ല ഹൈപ്പുള്ള പ്രൊഡക്റ്റ് ആയിരുന്നല്ലോ ഈ ഒരു പ്രൊഡക്റ്റ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് കുഞ്ഞു ബോട്ടിൽ വാങ്ങാൻ തന്നെ നല്ല പ്രൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ ഒരു ഷീറ്റ് മാസ്ക് വാങ്ങിച്ചിട്ട് ഇതിലുള്ള സിറം സ്ക്യൂസ് ചെയ്തിട്ട് എന്താ ചെയ്യുക, ബോട്ടിലാക്കി ഞാൻ യൂസ് ചെയ്താൽ മതി. സെയിം സാധനമാണ്, നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും, സെയിം സംഭവമാണുള്ളത്. അത് ആ ഒരു എസെൻസ് തന്നെ ഷീറ്റ് മാസ്കിൻ്റെ രൂപത്തിൽ 1 ടൈം യൂസിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ഞാനൊരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വരാവേ. സോ ഗൈസ്, ഞാൻ ഇത് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. റിമൂവ് ചെയ്തു. അപ്പോൾ കുറേ സിറംസിൻ്റെ ഫേസിൽ അതൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്യണം. ഇത് ഞാൻ കാണിച്ചുതരാം. ഞാൻ ഇപ്പോൾ 15 മിനിറ്റിന് ശേഷമാണ് ഇതെടുത്തത്. ഇതിൽ ഇനിയും ഇത്രയും പ്രോഡക്റ്റ്സ് ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതും കൂടെ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തെടുത്തിട്ടോ. അപ്പോൾ ആ ഒരു പാക്കറ്റിൽ കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ള സ്ഥലമില്ല, ആവശ്യമില്ല. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ ഞാനും സീറമായിട്ട് യൂസ് ചെയ്യാമെന്നാണ് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ കയ്യിലും കാലിലൊക്കെ തേച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഇതിന് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങും കേട്ടോ. സോ ഇതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ, എൻ്റെ ഒരു ഇന്നത്തെ ഒരു സ്കിൻ കെയർ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും പറയാം. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ ഇനി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇനി മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.